ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പഴംപൊരിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ചായ സമയം ആയതുകൊണ്ട് ചായയും പഴംപൊരിയാണ് കേട്ടോ ഇന്ന്. വൈകുന്നേരം എന്തെങ്കിലും പലഹാരമാണല്ലോ, അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾ വരുമ്പോഴത്തേക്കും പഴംപൊരി വേഗം ഉണ്ടാക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഇത് ആദ്യം വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മൂഡില്ലാതെ എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ. കാരണം നമ്മൾ നാളെ നാട്ടിൽ പോകാൻ പെട്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും നേരത്തെ ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പാക്കിങ്ങും ഉണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നതും വേണോ വേണ്ടയോ എന്ന മട്ടിലാണ്. അപ്പോൾ ശരി, അതും ഇതും കൂടെ എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ആയിക്കോട്ടെ ഇന്നത്തേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. ഇതെന്താ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം പഴംപൊരി ഉണ്ടാക്കൽ മാത്രമാണ്, ഉണ്ടാക്കിയിട്ടും തീരുന്നില്ല എന്ന് വിചാരിക്കില്ല കേട്ടോ. കുറേ നേന്ത്രപ്പഴം ബാക്കിയാണ്. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വേണം നാളെ പോകാനായിട്ടേ. അപ്പോൾ വെറുതെ ഇവിടെ വെച്ചിട്ട് ഫ്രിഡ്ജിലും വെച്ചിട്ട് പോകണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും ആയി, വൈകുന്നേരം എന്തെങ്കിലും സ്നാക്കും ആയല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ നാട്ടിലേക്ക് ഒരാഴ്ചത്തെ കാര്യത്തിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പോകാൻ പറ്റില്ല, ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, അവർക്ക് ലീവ് പോലും വേണം, വെക്കേഷൻ പോലും ഇല്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ എക്സാമൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പോണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. ശരി, ഓണമല്ലേ, എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെ, അപ്പോഴത്തേക്കും എൻ്റെ ചായയായി പഴംപൊരിയായി. ഇനി ചായ കുടിച്ചിട്ട് വേണം ഇനി പണി തുടങ്ങാൻ. കാരണം എനിക്ക് ചായ കുടിച്ചാലേ പണി ചെയ്യാനൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് 4 മണി എന്ന് പറയുമ്പോൾ എനിക്ക് ചായ കിട്ടണം. ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നിനും ഉഷാറുണ്ടാവില്ല. തലവേദന എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ ചായ കുടി കഴിഞ്ഞ് കുറച്ച് പാക്ക് ചെയ്ത് എന്നിട്ട് പിന്നെയും ഓരോരോ പണികളായിരിക്കും. നമ്മൾക്ക് ഇങ്ങനെ വീടിട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. വീടൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് ഇന്ന് കിടക്കുന്നതിന് മുമ്പായിട്ട് മൊത്തം ശരിയാക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോഴേ രാവിലെ എണീറ്റ് ഉടനെ പെട്ടെന്ന് റെഡി ആയി അങ്ങനെ ഇറങ്ങാമല്ലോ. പിന്നെ ആ സമയത്ത് നമുക്ക് ഈ വീട് ക്ലീൻ ചെയ്യാനും ഒന്നും സമയം കിട്ടില്ല. എനിക്കും ഏട്ടനും ഉള്ള ചായയാണ് കേട്ടോ. ഏട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതേ ആദ്യക്കുള്ളത് ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. അവൾക്ക് ചൂട് ചായ പറ്റില്ല. സത്യമായിട്ട് ഞങ്ങളിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെ പ്ലാൻ ചെയ്തതല്ലേ ഈ ഉമ്മ വെച്ചത്, അറിയാണ്ട് വന്നാണേ. ഏട്ടൻ എപ്പോഴും കോളിലിരിക്കുമ്പോൾ ഇങ്ങനെ ഉമ്മ തരാറുണ്ട് കേട്ടോ. കോളിലാണ് ആള്. അപ്പം ഇങ്ങനെ നമ്മൾ സ്നാക്സോ ചായയോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ കോളിലായിരിക്കും. എന്നാലും അടുത്ത് പോയാൽ ഒരു ഉമ്മ തരും. ബൈ. ആദ്യം ചായ കുടിക്കുക. ആദ്യം സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ. എന്താ കേട്ടാ, സ്നാക്സോ പഴംപൊരി തരാം. പഴംപൊരി ഉണ്ടാക്കിയത് ഏട്ടനെ കൊടുത്തിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ടാക്കാനുണ്ട്. പെട്ടെന്ന് ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഡൈനിങ് ടേബിൾ ചായ പഴംപൊരി അന്തസ് ചൂടുണ്ട്. ആണുണ്ട് പഴംപൊരി, ചൂടുണ്ട്. ചായ മധുരം ഉണ്ടാവില്ല. പറ്റിയൊക്കെ എടുത്തു. ഇന്ന് രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അമ്മയും എല്ലാവരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നാട്ടിൽ വരുന്നത് എന്ന്. അമ്മ ചോദിക്കുമ്പോൾ വരുന്നുണ്ട് ഓണത്തിന് വരുന്നുണ്ട് എന്നല്ലാതെ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ട്രെയിനില്ല, ബസ്സില്ല, ഒന്നുമില്ല. അപ്പോൾ ശരി, നമ്മൾ കാറിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നാളെ രാവിലെ കാറിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും നേരത്തെ എണീച്ചു പോകാറാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഏട്ടനെ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ലേറ്റായ ആൾക്കും ടയേർഡാവും, നമ്മളും ആകെ ക്ഷീണിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 4-5 മണിൻ്റെ ഉള്ളിലെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കും. അപ്പോൾ നാളെ കുറച്ചുകൂടെ നേരത്തെ എണീക്കണം എന്നുണ്ട്. എന്നിട്ട് 4:30 ആകുമ്പോഴേക്കും ഇറങ്ങാൻ ശ്രമിക്കുക അല്ല ആദ്യം. അപ്പോൾ ഞങ്ങൾ വേഗം കുറച്ച് പാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീറ്റ് ചായ കുടിച്ച് അങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ രാവിലെ ഒന്നും നടക്കില്ല. ഇതിൽ കുറേ നേരം തീർന്നു. ഇതിൻ്റെ വളകളാണ് കേട്ടോ. ഇതിപ്പോൾ കാറിൽ പോകുന്നത് കൊണ്ട് പാക്കിംഗ് ഒന്നും അത്ര നീറ്റിലൊന്നും ചെയ്യുന്നില്ല. ട്രെയിനിലൊക്കെ പോകാന്ന് വെച്ചാൽ ഭയങ്കര വളകളും സാധനങ്ങളൊക്കെ ഒന്നും ഉടയാതെ നോക്കണമല്ലോ. കുപ്പിവളകളൊക്കെ, ഓണത്തിനുള്ള കുപ്പിവളകളൊക്കെ എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉടയാതെ പാക്ക് ചെയ്യണം. ഇതാകുമ്പോൾ കാറിലാകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പാക്കിങ്ങിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഒരുവിധം പാക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ വള ബാഗ്? കുറേ സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യാൻ പോകണേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ, September 1. അപ്പോൾ ഏട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണിത്. ഞാനിപ്പോൾ കാണിക്കുന്നില്ല.
നമ്മൾ ഓൾറെഡി കാണിച്ചല്ലോ വീഡിയോ ലോങ് വീഡിയോയില്. പക്ഷെ അതിന് വേറെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു അവള് അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരില്ല കേട്ടോ. ഞാൻ അന്നത്തെ ദിവസം ഇടുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി. ഇപ്പൊ 2 ഡ്രസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ഇടാം. കുറച്ച് ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. ഒരു സെറ്റും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ വരണം അമ്മ എനിക്ക് ഇവിടെ പുളിയിലൊക്കെ സെറ്റും കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ സെറ്റും കൊണ്ടില്ലേ, ടൈലർ കടയിലാണ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ശരിയാട്ടോ, ബ്ലൗസ് വാങ്ങിക്കാൻ പോണ്ടേ? ബ്ലൗസ് ഏട്ടാ കോളിലാണ്. ബ്ലൗസിൻ്റെ കാര്യം മറന്നു. ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം വരാൻ പറഞ്ഞാണേ. നാളെ രാവിലെ 4 മണിക്ക് പോകണമെങ്കിൽ ഇപ്പം അയാളുടെ വീട് തേടി പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് പോകണം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ബാഗുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് ബാഗുകൾ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയിച്ച് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഉണ്ടല്ലോ മതി. പിന്നെ പോകുമ്പോൾ എവിടെയെങ്കിലും പോണ സമയത്ത് മാത്രം എടുക്കുന്ന സാധനങ്ങളല്ലേ, തൊടാറേ ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾക്കിനി ഓരോന്നായിട്ട് വെക്കണം. നമ്മളിപ്പോൾ എവിടെ ട്രാവൽ പോവുകയാണെങ്കിലും എന്താണെങ്കിലും ഇതില്ലാണ്ട് പറ്റില്ല കേട്ടോ. നമുക്ക് ഇതിലാകുമ്പോൾ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. കാണിച്ചു തരാം. അതേ ലിപ്പ് ലൈനേഴ്സ് കുറേ ഉണ്ട്. ഐലൈനർ, ലിപ്പ് ലൈനർ, ഇത് 3 അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കും. പിന്നെ അതാ ലിപ്സ്റ്റിക്ക് വെക്കാം. ലിപ്സ്റ്റിക്ക് ഇപ്പോൾ നമ്മൾക്ക് ഒരു സൈഡിൽ തന്നെ ഒരു 2-3 ഒക്കെ വെക്കാൻ പറ്റും. ലിപ് ഗ്ലോസുകൾ വെക്കാം. പിന്നെന്താ ഇത് വെക്കാം. അല്ല ഇതൊക്കെ ഉള്ളിൽ വെക്കാം. അതായത് പിന്നെ കോമ്പാക്റ്റ് ഉണ്ട്, ഫൗണ്ടേഷൻ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വയ്ക്കുക. പിന്നെ ഈ വാസലിൻ അത്യാവശ്യമാണ്. വാസലിൻ ഞാൻ എപ്പോഴും നല്ലപോലെ ഡ്രൈ ആവുന്ന സമയത്തൊക്കെ വാസലിൻ ഉപയോഗിക്കണ്ട. അത് ഈ വക സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കും. ഇങ്ങനെ വയ്ക്കും. പിന്നെ ഇവിടെ ഒരു ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണമെച്ചാലും വയ്ക്കാം. ബോഡി ലോഷനൊക്കെ അതൊക്കെ ഇവിടെ വയ്ക്കും. പിന്നെ നെയിൽ പോളിഷ് ആ വക സാധനങ്ങളൊന്നും ഇതിൽ വയ്ക്കില്ല. അതൊക്കെ ഈ ഒരു ബാഗിൽ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. കമ്മൽ കാണിച്ചിരുന്നില്ല അല്ലേ? ഇതാട്ടോ എൻ്റെ കമ്മൽ ബോക്സ്. അപ്പോൾ അത്ര എടുക്കുന്നുള്ളൂ. ഇനി നാട്ടിൽ പോയിട്ട് നമ്മൾക്ക് സെറ്റ് മുണ്ടിന് മാച്ചായിട്ടുള്ളത് നാട്ടിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് കല്യാണമുണ്ട് നാട്ടിൽ. അപ്പോൾ അതിന് ജസ്റ്റ് കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഓണത്തിന് ആദ്യം മിന്നൊക്കെ ഗോൾഡ് വേണമല്ലേ? അവരിടില്ല, അവർ ഗോൾഡൊന്നും ഇടില്ല. അവർക്ക് ആ വക സാധനങ്ങളെ ഇഷ്ടമില്ല. അപ്പം നമ്മൾക്ക് ഇതിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ നാളെ റെഡി ആവുന്ന സമയത്ത് ജസ്റ്റ് ഇതിൽ നിന്ന് തന്നെ എടുത്തിടാമല്ലോ. കുറച്ച് നെയിൽ പോളിഷസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് കണ്ടിട്ട് ഇതിൽ കുറച്ചൊക്കെ കളറൊക്കെ കട്ടായി കിടക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് നെയിൽ പോളിഷൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ. അതേ ഈ ഫേസസ് കാനഡയുടെയൊക്കെ ഇതൊക്കെ ഡിബെല്ലയുടെയൊക്കെ ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ ഇൻസ്റ്റയിൽ നിന്ന്. എല്ലാം എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെയും കൂടെ അവരിത് കാണിക്കായിരുന്നു അല്ലേ, കളക്ഷൻസ്. അയ്യോ വേണ്ട, അത് കുറച്ചെടുക്കും. അത് ഇത്ര എടുക്കണ്ട. അതി വേണം വേണം. നാളെ മിന്നു ഇതേ വന്നോളൂ. ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. ഇതേ മിന്നു സ്കൂളിൽ വിട്ട് വന്നേ. ബാഗ് ഒരു ഇപ്പോൾ ഷൂസ് എല്ലാം മാറ്റി മീൻ എഴുതുന്നുണ്ടാ? ഇവിടെ പാക്കിങ് തകർക്കാണ് ഞങ്ങള്. കാരണം ഗായ്സ് ഞാൻ ഓണത്തിന് ഡ്രസ്സ് എടുത്തിട്ടില്ല. സോ എന്ത് കളർ ഡ്രസ്സാണെന്ന് വിഷം ചെയ്യാം. ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇടാറുണ്ട്. യെസ് ഗായ്സ്. കുറേ പരിപാടികൾ ഇനിയുണ്ട്. എനിക്കാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോവുകയാണ് പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം തലവേദന വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചായിരുന്നു, എന്നിട്ടും കാര്യമില്ല, തലവേദനയുണ്ട്.
സമയം 5:15 ഒരു മഴയുടെ ലക്ഷണമുണ്ട്. വിളക്ക് വെക്കാൻ സമയമായി. മഴ വരുന്നുണ്ടാ, നല്ല കാറ്റ്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പം ഞാൻ താഴെ പോയിട്ട് കുറച്ച് തുളസിയും തെച്ചിയൊക്കെ പറിച്ചിട്ട് വരാനാണ് കേട്ടോ വിളക്ക് വെക്കാനായിട്ട്. ഇതേ നമ്മുടെ പൂക്കളം കണ്ടോ. ഇനി നാളെ മുതൽ പൂ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് പൂ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്താൽ കിട്ടിട്ടോ. പഴംപൊരി ചായ ഇതാണ് നമ്മുടെ സെറ്റുമുണ്ട്. സെറ്റുമുണ്ടല്ല, സെറ്റുമുണ്ടിൻ്റെ ബ്ലൗസ്. കുഴപ്പമൊന്നും അറിയില്ല, എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ ഉണ്ട് മൊത്തത്തിൽ കാണുമ്പോഴല്ലേ. ഇത് ബാക്കിലാണ് കേട്ടോ ഇതിൻ്റെ കൊക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. ലൂസാണ് പിന്നെ അത് അയ്യേ കട്ടാണ് കട്ടണം. പിന്നെ ഒരു ടോപ്പാണ്. ടോപ്പ് സാരിയൊക്കെയാണ് ഷേപ്പ് ചെയ്യാൻ കൊടുത്തതാണ്. സാരി ഇപ്പോൾ കാണിക്കുന്നില്ല. വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൗസ് ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. ജസ്റ്റ് നേരത്തെ ഇട്ട് നോക്കിയില്ലല്ലോ, കറക്റ്റായി ഇട്ട് നോക്കിയില്ലല്ലോ. അപ്പോൾ എല്ലാം മാറ്റിയിട്ട് ഇട്ട് നോക്കിയപ്പോഴും കുറച്ച് ലൂസ് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒന്നുകൂടെ പോകാൻ നിൽക്കുകയാണ്. ഞാനൊന്ന് പോയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ പോയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യണം. അടിച്ചു കിട്ടിയ അപ്പൊ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് വന്നു, ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു, അവരടിച്ചു. 5 മിനിറ്റ് 2 മിനിറ്റ് ഇത്രേ ഉള്ളൂ. പണിയില്ല. പോയിട്ട് ഇനി ഇട്ട് നോക്കണം. ഇനി ടൈറ്റ് ആയിട്ട് വീണ്ടും തിരിച്ചു തരേണ്ടി വരുമോ? ഇനി ഞാൻ വരില്ല. ഇനി വരില്ല. ടൈറ്റ് ആയി വരേണ്ടി വരുമോ? നമ്മള് ചായ കുടിക്കാൻ വന്നാണ് കേട്ടോ. കേട്ടോ ഒരു ചായ മതി കേട്ടോ, എന്തേലും പറയും. എങ്ങനെയുണ്ട് കാപ്പി? കുറച്ച് കഴിക്കും. ഇവിടെ എത്ര പ്ലേ സ്കൂൾ കണ്ടോ? കുട്ടികളുടെ സൗണ്ട്. അപ്പാർട്ട്മെന്റ് പാർക്ക്. ഈ കുടിക്ക്. അപ്പോൾ ഈ കാപ്പി കൂടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി പോയിട്ട് കിച്ചണിൽ കുറച്ചുകൂടെ പണിയുണ്ട്. രാത്രിക്കുള്ള ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ചുകൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് മതിയായി, മൂടില്ലാതെ എടുത്തത്. വീഡിയോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെയ്തതാണ്. കാരണം പോകേണ്ട ആ തിരക്കും മൊത്തത്തിൽ ടെൻഷനായിരുന്നു. രാവിലെ ചെറിയ തലവേദനയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നാളെ പോകുന്ന വഴിക്കും നാളെ ഇവിടുന്ന് ഇറങ്ങുന്ന നാട്ടിൽ പോകുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതും ചെയ്യുമായിരിക്കും, നോക്കാം.
നാളെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ, നാളെ ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഒന്നുകൂടെ പറയണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബായ്, നാളെ കാണാം കേട്ടോ.